ആരായത് തന്റെ കൈ തന്നുവിട്ടത്? നമ്മളെന്താ കൊച്ചു കുട്ടികളാണോ? ഇതെല്ലാം ആ അർച്ചനയുടെ പണിയാണ്. ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ വേണമെന്ന് ഒരേ വാശി. എനിക്കപ്പോഴേ തോന്നി അർച്ചനയുടെ കണ്ണു ചെന്നെത്താത്ത ഒരിടവും ഈ വീട്ടിലില്ല. എല്ലാത്തിനെ കുറിച്ചും അർച്ചനയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തായാലും താൻ പാലുമായിട്ട് നാണം കുണി വന്നതല്ലേ, നല്ല ഐശ്വര്യമായിട്ട് എന്റെ ലൈഫ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. വാ ഇരി. എന്തെങ്കിലും നോക്കുന്ന ഇതുവരെ കാണാത്ത പോലെ? ഇതുവരെ കണ്ടതുപോലെ അല്ലല്ലോ ഇനി അങ്ങോട്ട്. ഇപ്പൊ താൻ എന്റെ ഭാര്യയുടെ പോസ്റ്റിലല്ലേ? ഇന്നലെ വരെ എനിക്കൊരു അവകാശവും അധികാരവും ഇല്ലാത്തൊരു മുറിയായിരുന്നു. എന്നാ ഇന്നു മുതല് ഇതെന്റെ കൂടിയാ. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നവൾ ഇപ്പൊ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അവളുടെ രൗദ്രഭാവം താൻ കണ്ടതല്ലേ? ആ ഞെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമല്ല, സമയോചിതമായി അർച്ചനയും സച്ചി ഇടപെട്ടതുകൊണ്ടാ നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ ചിലപ്പോ അവൾ നമ്മളെ രണ്ടുപേരും തീർക്കുമായിരുന്നു. അവധിക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമോ? ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് അവൾ ഒരിക്കലും കരുതി കാണില്ല. അത് അവളുടെ സമനില തെറ്റിച്ചു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവള്. അതുകൊണ്ട് സംഭവിച്ചതൊന്നും അവസാനത്തേതാണെന്ന് നമ്മൾ കരുതണ്ട. ഇനിയും ഇതുപോലെ അവൾ വന്നെന്ന് വരും. എന്ന് കരുതി താൻ പേടിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്തിനും ഞാൻ നന്ദേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. വെറുതെ അവളുടെ കാര്യം പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട. ഈ രാത്രി സന്തോഷത്തിന്റെ രാത്രിയാ. അവന്തികയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി സമാധാനം കിട്ടിയ രാത്രി. ഈ അമ്മാവൻ പോയില്ലേ? വാ ഇങ്ങോട്ട്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇനി ഞങ്ങൾ ഇങ്ങനെ വരുത്തല്ലേ എന്ന്. എന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞ അത് ഞങ്ങൾ സഹിക്കില്ല. അവളുടെ നെഞ്ചിനിട്ടായിരുന്നു വെടിവെക്കേണ്ടിയിരുന്നത്. എങ്കിൽ അവളിപ്പൊ ചത്തുമലിച്ച നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് വെള്ള പൊതച്ച് കിടന്നേനെ. നീയൊക്കെ അവളുടെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ വന്നാണോടി? അതേടി. വിടാനല്ലേ പറഞ്ഞത്?
നീയൊക്കെ എന്താടി കരുതിയത്? എന്നെ അങ്ങ് നിസ്സാരം എടുത്ത് തീർക്കാന്നോ? ഏ? എടീ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ തീർക്കോടി. ഒറ്റ ഒന്നിനെ വെച്ചേക്കില്ല.